ഹലോ, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ കട്ടിങ് ആണ് കാണിക്കുന്നത്. നമുക്ക് കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ കട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. 2-3 പീസ് ഒന്നിച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ ഒരു കോഫി ബ്രൗൺ കളർ വരുന്ന ആ ഒരു മെറ്റീരിയലാണ് കട്ട് ചെയ്ത് വെച്ചിരുന്നത്. ഇതെല്ലാം സെറ്റ് വരുന്ന മെറ്റീരിയൽസ് ആണ്. അപ്പോൾ രണ്ടാമതായി ഈ ഒരു ആഷ് കളറിലെ മെറ്റീരിയലാണ്. ഇത് ഞാൻ ഒന്നുകൂടി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് റെക്കോർഡായില്ല. ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിന് മെറൂൺ ഷെയ്ഡിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ആദ്യം നമ്മൾ ഈ കോഫി ബ്രൗൺ മെറ്റീരിയലാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതിപ്പോൾ 2-3 ദിവസം നമ്മൾ കൂടി എടുത്തു വെച്ചിരുന്ന വീഡിയോസാണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മളിപ്പോൾ ഇത് നോർമൽ ചുരിദാർ പോലെ ചെയ്യുന്നതുകൊണ്ട് ഇത് സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും എടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഞാൻ സ്റ്റിച്ച് ചെയ്തതായി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇത് ഇച്ചിരി അർജൻറ്റായിട്ടുള്ളൊരു കൊടുക്കേണ്ട ചുരിദാറായിരുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് തയ്ച്ചെടുക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ഞാനിതാണ് സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ ഇത് വേറെ ആർക്കുണ്ട്, എൻ്റെ നാത്തൂൻ്റെ ആണ്. അപ്പോൾ ഇച്ചിരി അർജൻറ്റായിരുന്നു. അങ്ങനെ ഞാനിത് പെട്ടെന്ന് തന്നെ തയ്ച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന് ഒരു ലൈനിങ് വരുന്ന ബോട്ടമൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് പാരലൽ പാൻ്റാണ്. പിന്നെ ഇതുപോലെയാണ് ആ ടോപ്പ് വരുന്നത്. അപ്പോൾ ഇതൊരു സെറ്റായിരുന്നു. പിന്നെ ഷോളിനൊക്കെ സ്കാലപ്പൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു പണി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്ത ദിവസം ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നു. ഇറങ്ങുമല്ല, മോന് സ്കൂളൊക്കെ ഇടമാണല്ലോ. അപ്പം പുറത്തേക്കൊക്കെ ഒന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് അവനെയും കൊണ്ടൊന്ന് കുറച്ച് ചുമ്മാന്ന് പോയതാണ്. അപ്പം ഞങ്ങളുടെ പ്ലാൻ ആദ്യം തിരുവനന്തപുരം സൂവിലൊക്കെ പോകാമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പകുതി വഴിയായപ്പോഴത്തേക്ക് തിരക്കൊക്കെ ആയപ്പം പിന്നെ ആ പ്ലാനൊക്കെ മാറ്റി വെച്ചിട്ട് പ്ലാൻ എടുത്ത് അങ്ങനെ നമ്മൾ പോയത് കുട്ടിയത്തുള്ള ആ ഒരു ലുലു മോളിലാണ് പോയത്. അപ്പോൾ അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പ്രത്യേക പ്ലാനറ്റ് അവിടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഗെയിമിംഗ് ഏരിയയിലാണ് കയറിയത്. ഇവിടെ കയറുന്നതിന് ഏകദേശം 500 രൂപയാണ് ചാർജ് വരുന്നത്. പിന്നെ 1 മണിക്കൂർ നമുക്ക് ഇതിനകത്ത് കളിക്കാൻ പറ്റുമേ. കുറച്ച് ഏരിയ ഉണ്ടത്. പല പല ഗെയിംസാണ് ഇതിൽ വരുന്നത്. ഇതെല്ലാം അതിൽ പെടുന്നതാണ്. 1 മണിക്കൂറൊന്നും ആയില്ല, അരമണിക്കൂർ ആവുന്നതിന് മുമ്പ് തന്നെ ആൾക്ക് കുറച്ച് ലേശം കൂടുതൽ കൗതുകമായതുകൊണ്ട് തന്നെ അടുത്തുള്ള ഗെയിമിലൊക്കെ കയറണമെന്നായിരുന്നേ ആഗ്രഹം. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. ഇതിനൊക്കെ സ്പെഷ്യൽ നമ്മൾ വീണ്ടും റീചാർജ് ചെയ്യണേ. ഏറ്റവും മിനിമം 200 രൂപയാണ് എമൗണ്ട് വരുന്നത്. അങ്ങനെ വീണ്ടും നമ്മൾ 200 രൂപയ്ക്ക് റീചാർജ് ചെയ്തിട്ട് 2-3 ഗെയിംസിലും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെ ടൈമിങ് വെച്ചിട്ടാണ് നമ്മൾ കയറ്റുന്നത്. അപ്പോൾ 8 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ് ഇവിടെ എൻട്രി ഉള്ളത് ഈ ഒരു കാറിലൊക്കെ കയറാൻ. 8 വയസ്സാവാത്തത് കൊണ്ട് തന്നെ സ്റ്റാർട്ടിംഗ് കൂടി കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഭാഗം കളിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെ നമ്മൾ പൈസ ആഡാക്കിയിട്ടാണ് ചെയ്യേണ്ടത്. പിന്നെ മുമ്പ് ഇതിൻ്റെ സ്കൂളിൽ നിന്ന് ടൂറിന് ഇങ്ങോട്ടേക്കാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ കുഞ്ഞിലൊക്കെ കളിച്ചതായിരുന്നു. പക്ഷേ ലാസ്റ്റ് നിമിഷം ഇദ്ദേഹത്തിന് പല്ലുവേദനയായിപ്പോയി. അതുകൊണ്ടാണ് അന്ന് വരാൻ പറ്റാത്തത്. അന്ന് തൊട്ടേ അവൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ ഒന്ന് വരണമെന്നുള്ളത്. എന്തായാലും അതുകൊണ്ട് ഇതിൻ്റെ പേര് പറഞ്ഞതുകൊണ്ട് ആളുകളിലേക്ക് വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ ആ ഏരിയയിലൊക്കെ കാണുന്നത് വലിയവർക്കുള്ളതാണ്. 8 വയസ്സിന് മുകളിലേക്കുള്ളവർക്കുള്ള ആ ഒരു ഗെയിംസുകളൊക്കെയാണ് വരുന്നത്. അതിന് നമ്മൾ സ്പെഷ്യൽ പേയ്മെൻ്റാണ്. ആ ഏരിയയാണ് ആ കാണുന്നത്. അപ്പോൾ അവിടേക്കൊന്നും ഇവന് കയറാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ നമ്മൾ താഴെ ഇറങ്ങിയപ്പോൾ ഒരു കുട്ടി ഇതിലിരുന്ന് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ പിന്നെ ആ അതിലും കയറണം. അങ്ങനെ പിന്നെ നമ്മൾ ഇതിനകത്തൊന്ന് കയറ്റിയിട്ടുണ്ടായിരുന്നേ. ഇതിങ്ങനെ 2 റൗണ്ട് അടിച്ച് വരുന്നതിന് ഒരു 100 രൂപയാണ് ആയത്. പിന്നെ നമ്മൾ ഇതിനകത്തുള്ള ആ ഒരു